ഉച്ചയ്ക്ക് ഊണിന് രസമുണ്ടെങ്കിൽ തന്നെ അധികം കറികളൊന്നും വേണ്ട അല്ലേ. അപ്പോൾ ഇത് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന രസം അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന രസം, അതേ സ്റ്റൈലിൽ ഓത്തൻറ്റിക് രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, സക്സസ് ആകും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ഉലുവ, ഒരു വറ്റൽമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണ്ട, ഈ ഒരു പരുവത്തിൽ മതി. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പുളി വെള്ളമായിട്ട് എടുക്കുന്നു, വേസ്റ്റ് എടുത്ത് കളയുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു തക്കാളി ചേർക്കുകയാണ്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കണം, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് ടൈമില്ലാന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് അരയാതെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടുമല്ലോ, അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ഉടച്ച് ചേർക്കുകയാണ്, നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. നേരത്തെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3/4 കൂടി ചേർത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ ഒരു കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി പിച്ചി കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പയിൽ വെക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടുക, കടുക് ഇടുക, 2 വറ്റൽമുളക് ഇടുക, അതിലേക്ക് 2 കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ചേർക്കുകയാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഒരുപാടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മളിത് നേരത്തെ കലക്കി വെച്ചിരുന്ന രസത്തിൻ്റെ മിക്സിലോട്ട് ചേർക്കുകയാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രസം അടുപ്പിലേക്ക് വെക്കുകയാണെങ്കിൽ തീ കത്തിച്ച് രസം അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ ഇളക്കുന്നില്ല കേട്ടോ, ഇളക്കാതെ തന്നെ വയ്ക്കുകയാണ്. എന്നിട്ട് അത് ചെറിയ തീയിലാണ് തിളപ്പിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ രസമാണ് കേട്ടോ. എല്ലാ ഫ്ലേവറും ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഫ്ലേവർ മുന്നിൽ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഡെഫിനറ്റ്ലി സക്സസ് ആകും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.